ഹായ്, ഇപ്പൊ നമ്മളെ ഈ ഫിലോഡാണ്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാക്കുന്നത് അത്രയും നല്ലൊരു വലിയ പ്ലാന്റാണ്. ഇത് കട്ട് ചെയ്യാതെക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നീണ്ട് വളഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് ഇവിടെ വെച്ചാണ് ഫസ്റ്റ് കട്ട് ചെയ്തത്. ഇവിടെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാതെ നിൽക്കുന്നത് ശരിയാവില്ല. മറ്റേ ചട്ടിയിലൊക്കെ പോയി കയറിയിട്ടുണ്ട്. ഞാൻ ഓരോ നോഡ് വെച്ച് നമ്മൾ കട്ട് ചെയ്യും. നമുക്ക് ഇപ്പം 1, 2, 3, 4, 5, 6 പ്ലാന്റുകളാക്കാം. അടുത്ത് ഇവിടെ കട്ട് ചെയ്യുന്നത് ഒരു പ്ലാന്റായി. അടുത്ത് ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. ഈ നീണ്ടിരിക്കുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണേ. 2 പ്ലാന്റായി. അതുപോലെ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് വേണ്ട, ഇവിടെ കട്ട് ചെയ്യും. അതുപോലെ നമ്മൾ ഇതും കട്ട് ചെയ്ത് ഒഴിവാക്കണേ. ഇതിന്റെ കാര്യം നമുക്ക് ആകെ കൺഫ്യൂഷൻ. ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടാവുന്ന കാര്യമുണ്ട്. നമ്മളിതിവിടെ കട്ട് ചെയ്യുന്നില്ല, നമ്മളിവിടെ കട്ട് ചെയ്യാം. നമുക്ക് ഈ കോളേജിൽ നമ്മൾ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. നല്ലൊരു തൈ ഇതിമൊന്നും കിട്ടും. ഇതിങ്ങനെ വെച്ചിട്ട് കാലം ഉണ്ടാവില്ലാന്ന് തോന്നുന്നുണ്ട്. വേറെ താഴെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗം ഇതെല്ലാ ഭാഗത്തും അത് കട്ട് ചെയ്ത് എല്ലാ ഭാഗത്തും എല്ലാ പീസുമ്പോഴും സാഫ് ആഡ് ചെയ്യട്ടെ. നല്ലോണം സാഫാണ്. ചീച്ചില് ഫംഗലായിട്ട് ഒന്നും വരില്ല. ഇതൊന്നും കട്ട് ചെയ്യും. പുറത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. സാഫിന് നമ്മൾ ഒരു പിശുക്കും കാണിക്കണ്ട, നല്ലോണം സാഫ് ആഡ് ചെയ്യുക എല്ലാ പ്രാവശ്യം ഫുള്ളായിട്ട് സാഫ് ആഡ് ചെയ്തിട്ട് നല്ലൊരു ഫംഗലിൽ നിന്നും വരില്ല, ചീച്ചലിൻ്റെ ഒരു പ്രശ്നം വരില്ല. വെള്ളം കയറാനും ഉണങ്ങിയാലും ഒരു സേഫ്റ്റി ആയിട്ടാണ് നിന്നത്. വെള്ളം നുള്ളിക്കും അധികം തോന്നില്ല. ഫുള്ളായിട്ട് എല്ലാ പീസിനും സാഫ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, നമ്മൾ പോട്ട് ചെയ്യട്ടോ. ഓരോ പ്ലാന്റ് ഓരോന്നായിട്ട് പോട്ട് ചെയ്യണം. നമ്മൾ പോട്ടിങ് ചകിരിച്ചോറ്, ഉമി, പെർലൈറ്റ്, കുറച്ച് മണ്ണ് വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ഫെർട്ടിലൈസർ വളമായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. വേരിന്ന് കറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാം.
നമുക്ക് 2 ആഴ്ച നമുക്ക് തണലിൽ വെക്കാം. നെക്സ്റ്റ് വെക്കാം. നമ്മൾ അടുത്ത് ലാസ്റ്റ് തണഞ്ഞ് നമ്മൾ ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്തു. പക്ഷെ നമുക്ക് മൊത്തം 5 കിട്ടി. ഇതും കൂടി 6ാമത്താണ്. പക്ഷെ ഇതിന്റെ കാര്യമാണ് നമുക്കൊരു ചെറിയൊരു ഡൗട്ട് ഉള്ളത്. ബാക്കിയൊക്കെ ഓക്കെ ആവുന്നതാണ്. മറ്റ് ഇളയ തണ്ടാണ് അറിയില്ല. പ്ലാൻ ചെയ്ത് വേരിന്റെ ലാസ്റ്റ് ഭാഗം മാക്സിമം മണ്ണൊക്കെ ആവാൻ പിടിച്ച് പോകുന്നത്. അങ്ങനെ പ്ലാനിങ് കഴിഞ്ഞ് ഇവരെല്ലാവരും നമ്മളെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റാൻ പോകുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇപ്പം നമ്മൾ നല്ലോണം നനച്ചു കൊടുക്കട്ടോ. പിന്നെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നനച്ചു കൊടുത്താൽ നമ്മൾ തീരെ വെയിലെട്ടാത്ത ഒരു റൂമൊക്കെയാണ് ഇവരെ മാറ്റുന്നത്. നടക്കുമ്പോൾ സാഫ് ഫുള്ളായിട്ട് ഇല്ലേ മണ്ണിന്റെ എല്ലായിടത്തും ആയിട്ടില്ല. പങ്കല് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇതാണ് നമ്മൾ റൂമിൽ എല്ലാവരും വെച്ചിട്ടുണ്ട്. 1 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ഇതിനെ പുറത്തെടുക്കുള്ളൂ.